കുട്ടിക്കാലത്തെക്കുറിച്ചോ യൗവനകാലത്തെക്കുറിച്ചോ ഉള്ള വിവരങ്ങളൊന്നും ഖുർആനിൽ നൽകിയിട്ടില്ല. അതിനാൽ പ്രവാചകന്റെ കഥ തുടങ്ങുന്നത് അദ്ദേഹത്തിന് വളരെയധികം പ്രായമായതിനു ശേഷമാണ്. സക്കരിയ നബി അലൈഹിസ്സലാം ഇസ്രായേലിലെ ഒരു പ്രമുഖ പ്രവാചകനായിരുന്നു. അദ്ദേഹം ദാവൂദ് നബിയുടെ പിന്തുടർച്ചക്കാരനായിരുന്നു. അദ്ദേഹം ഒരു ആശാരിയായി ജോലി ചെയ്തിരുന്നു. മറ്റു പ്രവാചകന്മാരെ പോലെ അദ്ദേഹവും ലളിത ജീവിതമാണ് നയിച്ചിരുന്നത്. ഈ സമയത്താണ് ഇമ്രാന്റെ ഭാര്യ മറിയം അലൈഹിസ്സലാമിന് ജന്മം നൽകിയത്. അവർ മറിയമിനെ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ കുഞ്ഞു പിറന്ന ഉടനെ ഇമ്രാൻ മരണപ്പെട്ടു. കുഞ്ഞിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ബനി ഇസ്രായേലിൽ ഒരു തർക്കമുയർന്നു. പ്രവാചകൻ ഏറ്റെടുക്കുന്നതായിരിക്കും നല്ല മാർഗം എന്നവർ തീരുമാനിച്ചു. കാരണം അദ്ദേഹം അവളുടെ അമ്മാവനാണ്. മാത്രമല്ല, ഒരു പ്രവാചകന്റെ സ്വഭാവം ചോദ്യം ചെയ്യപ്പെടാനാവാത്തതാണ്. എന്നാൽ ബനി ഇസ്രായേൽ ആ ആശയത്തിൽ തർക്കിച്ചു. ഇമ്രാന്റെ മകളെ വളർത്തുന്നതിൽ എല്ലാവർക്കും അഭിമാനമായിരുന്നു. അവസാനം ഈ വിഷയത്തിൽ എല്ലാവർക്കും സമ്മതമായ ഒരു തീരുമാനമെടുക്കാൻ ആളുകൾ സമ്മതിച്ചു. പ്രവാചകൻ മാത്രം ഒന്നും മിണ്ടാതെ മാറി നിന്നു. രക്ഷാധികാരിയാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ പേരുകൾ തടികൊണ്ടുള്ള പേനകളിൽ എഴുതി ഒരു പാത്രത്തിൽ ഇട്ടു. എന്നിട്ട് ഒരു കുട്ടിയോട് ആ പെട്ടിയിൽ നിന്നും ഒരു പേന എടുക്കാൻ ആവശ്യപ്പെട്ടു. ആ കുട്ടി തിരഞ്ഞെടുത്ത പേര് സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റേതായിരുന്നു. എന്നാൽ ജനം സന്തുഷ്ടരായിരുന്നില്ല. അവരിൽ പലരും അതൊന്നുകൂടെ ആവർത്തിക്കാൻ ആവശ്യപ്പെട്ടു. തവണ അവർ അവരുടെ പേരെഴുതി പേനകൾ പുഴയിലേക്കെറിഞ്ഞു. ഒഴുക്കിനെതിരെ നീങ്ങുന്ന പേനയുടെ ആൾ മറിയമിൻ്റെ സംരക്ഷകനായിരിക്കുമെന്ന് അവർ തീരുമാനമെടുത്തു. അത്ഭുതം! എല്ലാവരുടെ പേനയും നദിയുടെ ഒഴുക്കിനനുസരിച്ച് ഒഴുകിപ്പോയി. എന്നാൽ പ്രവാചകന്റെ പേന മാത്രം ഒഴുകിപ്പോവാതെ അവിടെ നിന്നു. എന്നാൽ ജനങ്ങൾ ഇതുകൊണ്ട് സന്തുഷ്ടരായിരുന്നില്ല. അവർ ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കുവാൻ ആവശ്യപ്പെട്ടു. ഇത്തവണ അവരാവശ്യപ്പെട്ടത് ഒഴുക്കിനനുസരിച്ച് ഒഴുകുന്ന പേനയുടെ അവകാശിയായിരിക്കും വിജയിക്കുന്നത് എന്നാണ്. അവർ അവരുടെ പേനകൾ നദിയിലേക്ക് എറിഞ്ഞു. വീണ്ടും പ്രവാചകൻ വിജയിച്ചു. പ്രവാചകന്റെ പേന ഒഴുക്കിനനുസരിച്ചും മറ്റുള്ളത് വിപരീത ദിശയിലും നീങ്ങി. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്നു. ജനങ്ങൾ പലതും ആസൂത്രണം ചെയ്യുന്നു, പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചതെന്താണോ അത് നടപ്പാക്കുന്നു. മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ പ്രവാചകന് മറിയമിൻ്റെ സംരക്ഷണം ഏൽപ്പിച്ചു കൊടുത്തു. മറിയമും അള്ളാഹുവിൻ്റെ വിശ്വസ്ത അനുയായിയായി വളർന്നു. അവർ കുട്ടിയായിരുന്നപ്പോൾ തന്നെ എപ്പോഴും പ്രാർത്ഥനയിലായിരുന്നു. അവർ ആളുകളിൽ നിന്നകന്ന് ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഈ കൊച്ചു പെൺകുട്ടിക്ക് ഒരു മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു. ഓരോ തവണയും പ്രവാചകൻ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് ചുറ്റും സമൃദ്ധമായ പഴങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പഴങ്ങൾ കൊണ്ടുവന്നിട്ടില്ല, അപ്പോൾ ഈ പഴങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് ഓർത്ത് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. വിചിത്രമായത്, അവരുടെ മുമ്പിലുള്ള പഴങ്ങൾ ആ കാലാവസ്ഥയിലുള്ളതായിരുന്നില്ല. എന്നാൽ അവ എപ്പോഴും പുതുമയുള്ളതാണ്. ഈ പഴങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അദ്ദേഹം അവരോട് ചോദിച്ചു. ഇത് അള്ളാഹുവിൽ നിന്നാണെന്ന് മറുപടി പറഞ്ഞു. പ്രവാചകൻ തൻ്റെ പാരമ്പര്യത്തിൽ തുടരാവുന്ന ഒരു കുട്ടിക്ക് വേണ്ടി ആഗ്രഹിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് 90 വയസ്സായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതേപോലെ ആയിരുന്നു. തൻ്റെ നാഥനിൽ അങ്ങേയറ്റത്തെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലശേഷം ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നതിനും ഇസ്ലാമിക സന്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാനും അദ്ദേഹത്തിന് ഒരു കുഞ്ഞിനെ നൽകാൻ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ഒരു ദിവസം
പ്രവാചകൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷ വാർത്തയുമായി മലക്കുകൾ അദ്ദേഹത്തിന്റെ അടുത്തു വന്നു. അങ്ങയുടെ ഭാര്യ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകും. അവർ ഒരു പ്രവാചകനായി തീരുകയും ചെയ്യും. അങ്ങയുടെ മകന് യഹ്യ എന്ന് പേര് വിളിക്കണം. അവന് യഹ്യ എന്ന പേര് അല്ലാഹു സുബ്ഹാനഹു തആല നേരിട്ട് വിളിച്ചതാണ്. മാത്രമല്ല, മാനവ ചരിത്രത്തിൽ ഇങ്ങനെയൊരു പേര് നിലനിന്നിട്ടില്ല. ഈ സന്തോഷ വാർത്ത കേട്ട് പ്രവാചകൻ അമ്പരന്നു. അദ്ദേഹം മലക്കുകളോട് പറഞ്ഞു, എനിക്കെങ്ങനെ ഒരു മകനുണ്ടാവും? എന്റെ ഭാര്യ വന്ധ്യയും എനിക്കാണെങ്കിൽ പ്രായവുമായി. അള്ളാഹു ഉദ്ദേശിക്കുന്നത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് മലക്ക് പറഞ്ഞു. നിങ്ങൾ എനിക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു തരാമോ? അദ്ദേഹം മലക്കിനോട് ചോദിച്ചു. മലക്ക് മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് 3 ദിവസത്തേക്ക് ആംഗ്യഭാഷയിലല്ലാതെ ആരോടും സംസാരിക്കാൻ കഴിയില്ല. നീ നിന്റെ രക്ഷിതാവിനെ എപ്പോഴും ഓർക്കുകയും വൈകുന്നേരവും രാവിലെയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുക. അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ആംഗ്യങ്ങൾ ഉപയോഗിച്ച് ആളുകളോട് സംസാരിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അള്ളാഹു വാഗ്ദാനം ചെയ്തതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അവർ